Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിവൈസ് ഒരു പുതിയ സീരീസ് ആണ്. ഓപ്പോന്റെ ഒരു പുതിയ സീരീസ് ആണ്. ഓപ്പോന്റെ K സീരീസ് ആണ്. K സീരീസിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആയ Oppo K10 ആണ്. അപ്പോൾ ആക്ച്വലി ഒരു 4-5 വർഷം മുമ്പേ ഓപ്പോ ആക്ച്വലി K സീരീസ് ഇറക്കിയായിരുന്നു. ഇൻഫാക്ട് 2019 എനിക്ക് തോന്നുന്നത് ഒരു K1 എന്ന് പറഞ്ഞൊരു ഫോൺ ഇറക്കിയായിരുന്നു. അപ്പോൾ ആ K സീരീസ് എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഓൺലൈൻ ഉള്ളി സീരീസ് ആയിരുന്നു. ഫ്ലിപ്കാർട്ടിലായിരുന്നു അവൈലബിൾ ആവുന്നത്. അപ്പോൾ അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഓപ്പോ K10 എന്ന് പറഞ്ഞാൽ വീണ്ടും പുതിയതായിട്ട് ഈ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം വീണ്ടും K സീരീസ് വരികയാണ്. അപ്പോൾ K സീരീസിലെ ഇപ്പോഴത്തെ ആദ്യത്തെ ഫോൺ, അതായത് ഈ വർഷത്തെ ആദ്യത്തെ ഫോണാണ് ഓപ്പോ K10. ഇതും ഓൺലൈൻ ഓൺലിയാണ്, കാരണം ഇത് ഓഫ്ലൈനിൽ അവൈലബിൾ ആവില്ല. ഓപ്പോൻ്റെ സാധാരണ ഫോൺസ് എല്ലാം ഓഫ്ലൈനിൽ അവൈലബിൾ ആവും. ഇത് ഓപ്പോൻ്റെ സ്റ്റോഴ്സിലും അതേപോലെ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലുമാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഓപ്പോ K10ൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഓപ്പോ K10ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓപ്പോ K10 ഒന്ന് അൺബോക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ഡിവൈസിൻ്റെ വിശേഷങ്ങൾ പറയാം. ഇതാണ് ഓപ്പോ K10ൻ്റെ ബോക്സ് പാക്കേജ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതിനകത്ത് 6GB റാമും 128GB സ്റ്റോറേജും എഴുതിയിട്ടുണ്ട്. ഒരു വേരിയൻറ്റ് കൂടെ ഉണ്ട്, 8GB റാമും 128GB സ്റ്റോറേജ്. അങ്ങനെ 2 വേരിയൻ്റാണ് ഉള്ളത്. K സീരീസിന് ഇവിടെ ഒരു K എന്ന് എഴുതിയത് കാണാം. അതേപോലെ കളർ ഒരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഒരു K സീരീസിൻ്റെ ഒരു കളറ്. ഓപ്പോ K10 എഴുതിയത് കാണാം. ബാക്കിൽ കാര്യമായ സ്പെക്സ് ഒന്നുമില്ല. ബ്ലൂ ഫ്ലെയിം എന്ന് പറഞ്ഞ കളറാണ്. ഒരു ബ്ലാക്ക് കാർബൺ എന്ന് പറഞ്ഞ ഒരു കളറും കൂടിയുണ്ട്. ബ്ലാക്കും ബ്ലൂ 2 കളറാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് 1.16 ഹെഡ് സാറും 0.85 ബോഡി സാറുമാണ് വരുന്നത്. 11 വോൾട്ട് 3 ആംപിയർ, അതായത് 33 വാട്ട് സൂപ്പർ വൂക്ക് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയൊന്നും തന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആദ്യം തന്നെ ഒരു ചെറിയ ബോക്സാണ്. ഇതിനകത്ത് എന്താ നോക്കാം. ഇതിനകത്ത് സാധാരണ എനിക്ക് കേസ് ആവാനാണ് ചാൻസ്. അപ്പോൾ അതെ, കേസാണ്. ഒരു TPU കേസാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് TPU കേസ്. ഇവിടെ കട്ട് കണ്ടില്ലേ, അതായത് പ്രോപ്പർ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള കട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും പവർ ബട്ടനുള്ള കട്ട് കാണാം. അതേപോലെ ഇവിടെ നമുക്കൊരു സിം ഇജക്റ്റ് പിൻ കാണാം. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്. പിന്നെ ഒരു ഓപ്പോൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാം. പിന്നെ ഇവിടെ നമുക്ക് സിം കാർഡ് സ്ലോട്ട് കാണാം. ഇവിടെ ഒരു 2 സിം കാർഡ്, ഒരു SD കാർഡ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസാണ്. അപ്പോൾ ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് ബ്ലൂ കളർ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒരു 33 വാട്ട് അഡാപ്റ്ററാണ് വരുന്നത്. ഓപ്പോൻ്റെ തന്നെ സൂപ്പർ വൂക്ക് ചാർജിങ് ആണ്. പിന്നെ ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിംഗിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത് IPS LCD ഡിസ്പ്ലേ ആണ്. AMOLED അല്ല വരുന്നത്, IPS LCD ആണ്. എങ്കിലും ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട്, വൈബ്രൻറ്റ് കളേഴ്സാണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റിയും പറയുകയാണെങ്കിൽ എനിക്കൊന്നും കുഴപ്പമില്ല. നമുക്കിവിടെ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. ഞാൻ സെറ്റിങ്സ് ഒന്ന് പോയി കാണിച്ചു തരാം. അപ്പോൾ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വേണ്ടില്ലേ മോർ എടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 90 Hz 60 Hz ഓട്ടോ സെലക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യണമെങ്കിൽ അതും ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഡാർക്ക് മോഡ് ഉണ്ട്. ഡാർക്ക് മോഡ് സെറ്റിങ്സ് ഉണ്ടല്ലേ, 3 ടൈപ്പ് ഡാർക്ക് മോഡ് ഉണ്ട്. എൻഹാൻസ്ഡ്, മീഡിയം, ജെൻറ്റിൽ ഡാർക്ക് മോഡ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പിന്നെ കിട്ടുന്നത് നമ്മൾ റെഗുലറായ ഐ കംഫർട്ട് മോഡ്, അഡാപ്റ്റീവ് സ്ലീപ്പ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കളർ OS ആണ് വരുന്നത്. എബൌട്ട് ഫോൺ എടുക്കാം. ഓപ്പോ K10 കളർ OS 11.1 ആണ്. ആൻഡ്രോയിഡ് 11 ആണ്. അതൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആണ്, തീർച്ചയായിട്ടും പറയാം. ആൻഡ്രോയിഡ് 12 വേണ്ടതായിരുന്നു. അതേപോലെ കളർ OS വേർഷൻ 12 വേണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നത് 11 ആണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുന്നത് ഇതിൽ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 680 ഒക്ടകോ പ്രോസസ്സറാണ്. 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന 6GB റാമാണ്. 60GB റാമിൽ റാം എക്സ്പാൻഷൻ ഫീച്ചറിൻ്റെ 2, 3 and 5GB നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം സ്റ്റോറേജിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 680 കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മിഡ് റേഞ്ച് ചിപ്സെറ്റാണ്. 600 സീരീസിൽ ഒരു എൻട്രി ലെവൽ ചിപ്സെറ്റാന്ന് പറയാം. അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്ന ഒരു ചിപ്സെറ്റാണെങ്കിലും പവർഫുൾ ഒന്നുമല്ല. അതേപോലെ ഒരു 4G ചിപ്പാണിത്, 5G അല്ല. അപ്പോൾ അതാണ് ചിപ്സെറ്റിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്നത് നമുക്ക് പേഴ്സണലൈസേഷനിൽ കണ്ടില്ല, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഐക്കൺ സ്റ്റൈൽ, കളേഴ്സ്, നോട്ടിഫിക്കേഷൻ ഡ്രോവർ, ഫോൺ സൈസ്, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആൻഡ്രോയിഡ് 11 ഉള്ളൂ എന്നുള്ളതാണ്
ഒരു പ്രോബ്ലി ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാവുന്നത്. പിന്നെ കൺവീനിയൻറ്റ് ടൂളിൽ പോയി കഴിഞ്ഞാൽ നാവിഗേഷൻ ജസ്റ്റേഴ്സ്, സ്ക്രീൻഷോട്ട് ടൂള്, സ്ക്രീൻ റെക്കോർഡിംഗ്, അസിസ്റ്റീവ് ബോൾ, സ്മാർട്ട് സൈഡ് ബാർ, സ്പ്ലിറ്റ് സ്ക്രീൻ, ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഓപ്പോൻ്റെ കളർ ഓയിസിൽ വരുന്ന സാധാരണ വരെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, പക്ഷേ കളർ ഓയിസ് 12 അല്ല എന്നുള്ളതാണ് ഒരു പോരായ്മ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ സെൻറ്റർ പോയി കഴിഞ്ഞാലും എല്ലാ ഓപ്ഷൻസും നമുക്ക് കാണാൻ സാധിക്കും സാധാരണ കളർ ഓയിസിൽ വരുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം. ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ സിം ട്രേഡ് ഞാൻ നേരത്തെ പറഞ്ഞു, 2 സിം കാർഡ് സ്ലോട്ടും SD കാർഡ് സ്ലോട്ടുമാണ് വരുന്നത്. പിന്നെ വോളിയം കീസാണ് സൈഡിൽ വരുന്നത്. താഴത്ത് നമുക്ക് കിട്ടുന്നത് ഒരു 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, USB Type-C പോർട്ട്, സ്പീക്കറുമാണ്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല, മൈക്രോഫോണിൻ്റെ ഓപ്പണിങ്സ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ ഇവിടെ ഒരു 16 MP പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. ബാക്കിൽ ഒരു ഗ്ലോ ഡിസൈൻ എന്നാണ് ഓപ്പോ ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഓപ്പോൻ്റെ ലോഗോ കാണാം. പിന്നെ K10 10K എന്നാണ് എഴുതിയിരിക്കുന്നത്. സൂപ്പർ പെർഫോമൻസ് എന്നുള്ളൊരു ലോഗോയും കാണാം. ഇവിടെ ഒരു ഗ്ലോയിങ് ഡിസൈനാണ് വരുന്നത്. ആക്ച്വലി ഒരു ഡ്യുവൽ ടെക്സ്ചറാണ്. ഇവിടെ പ്രോപ്പർ മാറ്റ് ഫിനിഷ്, ഇവിടെ ഒരു ഗ്ലോയിങ് ഫിനിഷാണ് വരുന്നത്. നമുക്കിവിടെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു പ്രൈമറി 15 MP ക്യാമറയും ഒരു 2 MP മാക്രോ സെൻസറും 2 MP ഡെപ്ത് സെൻസറാണ് വരുന്നത്. അൾട്രാ വൈഡ് മിസ്സിംഗ് ആണ്. അപ്പോൾ പ്രൈമറി 50 MP ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നതാണ് ഓപ്പോ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ ഇൻ്റർഫേസ് ഒന്ന് നോക്കാം. അപ്പോൾ ക്യാമറ ഇൻ്റർഫേസ് നമ്മൾ റെഗുലറായി കാണുന്ന ഓപ്പോൻ്റെ ക്യാമറ ഇൻ്റർഫേസാണ്. വീഡിയോ റെക്കോർഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 720pയും 1080p മാത്രമേ സപ്പോർട്ടുള്ളൂ. നൈറ്റ് മോഡ് ഉണ്ട്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, മോഡിൽ പോയി കഴിഞ്ഞാൽ മാക്രോ, അതേപോലെ സ്ലോ മോഷൻ, എക്സ്പേർട്ട് മോഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം ഓപ്പോ K10 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാവുന്ന ഒരു ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ഇതിൻ്റെ പ്രൈസ് അറിയില്ല അൺബോക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് കാരണം നമുക്കൊരു ക്യാമറയെക്കുറിച്ച് വേർഡിക്റ്റ് പറയാൻ പറ്റില്ല. എങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് നമുക്ക് പറയാം ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഡീറ്റെയിലായി നമ്മൾ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ക്യാമറയെക്കുറിച്ച് വിശദമായി പറയാൻ പറ്റുള്ളൂ. എങ്കിലും നമ്മുടെ ഈ ഫസ്റ്റ് ഇംപ്രഷൻസിൽ ഒരു അത്യാവശ്യം ഭേദപ്പെട്ട ക്യാമറ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് വരുന്ന 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് നമുക്ക് കിട്ടുന്നത്. സൂപ്പർ വൂക്ക് 33 വാട്ട് ചാർജിങ് ആണ്. അറൗണ്ട് 1 hour എടുക്കും ചാർജ് ചെയ്യാൻ, ഫുൾ ചാർജ് ചെയ്യാൻ. 5000 mAh, സ്ലൈറ്റ്ലി മോർ ദാൻ 1 hour എടുക്കും. 1 മണിക്കൂറിൽ കൂടുതൽ സ്ലൈറ്റ്ലി എടുക്കും ചാർജ് ചെയ്യാൻ, ഫുൾ ചാർജ് ചെയ്യാൻ 33 വാട്ട്. എങ്കിലും നല്ലൊരു പെർഫോമൻസ് ആണ്. കാരണം ഇതൊരു നല്ല കപ്പാസിറ്റി ബാറ്ററിയാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലവണ്ണം ലാസ്റ്റ് ചെയ്യുന്നുള്ളതിലെ കാര്യം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് ഓപ്പോ K10ൻ്റെ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതൊരു 4G ഡിവൈസാണ്. അപ്പോൾ ഞാൻ ബ്രീഫായിട്ട് ഒന്നുകൂടെ സ്പെക്ക് പറയാം. ഒരു ഫുൾ HD 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 11 ആണ്, കളർ OS 11.1 ആണ്. അതേപോലെ തന്നെ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 680 8+128ഉം 6+128 ആണ് വരുന്നത്. ക്യാമറയാണെങ്കിൽ 50 MP ട്രിപ്പിൾ ക്യാമറയാണ്, 16 MP സെൽഫി ക്യാമറയാണ്, 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും 33 വാട്ട് ചാർജിങ്ങുമാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓപ്പോൻ്റെ ഏറ്റവും പുതിയ ഓപ്പോ K10. അപ്പോൾ നമ്മൾ ഈ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് നമുക്കറിയില്ല. പ്രോബ്ലി ഒരു 15,000 to 17,000 പ്രൈസ് സെഗ്മെൻറ്റ് ആയിരിക്കാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമ്മൾ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ ഇടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഓപ്പോ K10ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. Have a great day.